മാസപ്പടി വിവാദത്തിൽ കെഎസ്ഐഡിസി ഓഫീസിൽ പരിശോധന പൂർത്തിയായി. എസ്എഫ്ഐഒ സംഘം 3 മണിക്കൂറാണ് പരിശോധന നടത്തിയത്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെഎസ്ഐഡിസി ഓഫീസിലെത്തിയത്. ആർ.ബി. സനൂപ് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. സനൂപ്, കെഎസ്ഐഡിസി ഓഫീസിലെ പരിശോധന എത്ര മണിക്കൂറാണ് നീണ്ടത്? എന്തെങ്കിലും എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? അന്വേഷണം എത്തരത്തിലുള്ളതായിരുന്നു? പരിശോധന എത്തരത്തിലുള്ളതായിരുന്നു? ഫാരിഷ 3 മണിക്കൂറാണ് തിരുവനന്തപുരത്തുള്ള KSIDC ഓഫീസ് പരിശോധന നടത്തിയത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള വികസന കോർപ്പറേഷനാണ് KSIDC. ഈ മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടാണ് SFIO അന്വേഷണം നടത്തുന്നത്. ഇതിൽ എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ മാസപ്പടി നൽകിയ കരിമണൽ കമ്പനിയായിട്ടുള്ള കൊച്ചിയിലെ CMRIL, അതുപോലെ വ്യവസായ വകുപ്പിന് കീഴിലെ KSIDC. ഇതിൽ KSIDCക്കെതിരെ പരിശോധന വരാൻ കാരണം ഈ CMRIL KSIDCക്ക് ഓഹരിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ 4 സംഘം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ SFIയുടെ 4 സംഘം ഓഫീസിൽ ഉച്ചയോടെ പരിശോധന നടത്തിയത്. ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ട് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്താവളം വഴി മടങ്ങിയിട്ടുണ്ട്. 3 ദിവസത്തെ അന്വേഷണം പരിശോധന ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ വന്നത്. പക്ഷെ അവരിപ്പോൾ 1 ദിവസം കൊണ്ട് തന്നെ വേണ്ട രേഖകളെല്ലാം തന്നെ പരിശോധിച്ച് ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CMRIL പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായിട്ടുള്ള വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണമാണ്. ഈ SFIയുടെ ഒരു പ്രത്യേകത, അവർക്ക് മുൻകൂർ നോട്ടീസ് നൽകാതെ തന്നെ പരിശോധനയും അതുപോലെ കസ്റ്റഡിയിൽ എടുക്കാനും അധികാരമുള്ള സംഘടനയാണ്. കാരണം ഈ സ്വരൂപ്, അതായത് CMRILന്റെ ആലുവയിലുള്ള ഓഫീസിൽ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു SFIO സംഘം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ KSIDCയിലേക്ക് വരുമ്പോൾ ഇന്ന് 1 ദിവസം കൊണ്ട് തന്നെ ഈ പരിശോധന അവസാനിപ്പിക്കുകയാണോ? ഇപ്പോൾ വേണ്ട രേഖകളെല്ലാം SFIO ഉദ്യോഗസ്ഥർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിലും അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ? എന്തായാലും 3 ദിവസത്തെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് KSIDC ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി ആ ഹർജി തള്ളിയെങ്കിൽ പോലും ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥർ ഈ ഒറ്റ ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങി എന്നാണ് നമുക്ക് അവർ വിമാനത്താവളം വഴി പോയതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണ്ട രേഖകളെല്ലാം തന്നെ അവർ പരിശോധിച്ചിരിക്കണം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വീണ വിജയന്റെ മൊഴിയെടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. വീണ വിജയനെ കസ്റ്റഡി എടുക്കുമോ, അല്ലെങ്കിൽ വീണ വിജയൻ താമസിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുമോ, എക്സാലോജിക്ക് എവിടെയാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അവിടെ എത്തി പരിശോധന മറ്റുമൊക്കെ നടത്തുമോ എന്നുള്ളത്. പക്ഷേ ഈ വിവാദമായിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നോട്ടീസ് നൽകി വീണ വിജയന് നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഉദ്യോഗസ്ഥർ SFIO ഉദ്യോഗസ്ഥർ വിളിക്കാൻ സാധ്യതയുള്ളൂ. 6 അംഗ അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കാരണം ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ബംഗളൂരു കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിലും ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അന്വേഷണം SFIOക്ക് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് ഒരു ഹർജി നൽകുന്നത്. പക്ഷേ ആ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെയാണ് ഇപ്പോൾ ഈ SFIയുടെ അന്വേഷണം കേന്ദ്രത്തിൽ നിന്ന് വന്നത്. അവരെന്തായാലും 8 മാസത്തിനുള്ളിൽ അവർക്ക് റിപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ പരിശോധനകളും അന്വേഷണവും ഒക്കെ തീർക്കാനായിരിക്കും ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSIDC ഓഫീസിൽ നടത്തിയ പരിശോധന ഇന്നത്തെ പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. ആവശ്യമുള്ള രേഖകളൊക്കെ SFIO ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്ന് അറിയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ.ബി. സനൂപ്.